ഓക്കെ ഗൈസ് ദാ മമ്മി മമ്മി ഇതാ നോക്കുന്നുണ്ട്. ഓ ഹിബ വെച്ചിട്ട് ഗൈസ് 10 സെക്കൻഡിനുള്ളിൽ വേഗം പറയണോ ഗൈസ്? 10 സെക്കൻഡ് ഹിബ പറഞ്ഞോ? വേഗം പറഞ്ഞു വേഗം നോക്കി 50 റുപ്യ സാധനം വേഗം. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പോ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ ഹിബ? ഇന്ന് നമ്മളുടെ കൂടെ 30-ാം വയസ്സിലേക്ക് കിടക്കുന്ന ഹിബ ഗൈസ്. ഹിബക്ക് 30 വയസ്സില്ല വെറുതെ പറഞ്ഞാണ്. പിന്നെതാ 16-ന്റെ പാൽപുഞ്ചിരി നിറച്ചു നിൽക്കുന്ന നമ്മുടെ കല്ലുമമ്മിയുടെ, പിന്നെതാ കല്ലുമമ്മിന്റെ എന്തെങ്കിലും അല്ല കല്ലുമമ്മിന്റെ പുനർജന്മമായിട്ടുള്ള യാരമോളും അല്ലെ. ഇത് വെള്ളി നക്ഷത്രത്തിലെ BGM ഇട്ട് കൊടുക്കണം അവളെ കാണിക്കുമ്പോ. അപ്പൊ യാരും കല്ലുമമ്മിയും ഹിബിയാണുള്ളത്. പിന്നെ ക്യാമറാമാൻ ഉണ്ട്. ഇവനാണ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇവനാ നോക്കുന്നത് അല്ലേ ഹിബ? അപ്പൊ എന്താ ഇന്നത്തെ ഗെയിം ഹിബ പറഞ്ഞു കൊടുക്കൂ? അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് 10 സെക്കൻഡിനുള്ളിൽ ഇവർക്ക് ആമസോണിന്ന് എല്ലാ സാധനവും ഞാൻ മേടിച്ചു എടുക്കണം ഗൈസ്. 10 സെക്കൻഡിനുള്ളിൽ ഹിബ മമ്മി 10 സെക്കൻഡ് തരും രണ്ടാക്കും. അതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തും മേടിച്ചു തരും ഞാൻ. ഓക്കെ, പൈസ എനിക്കൊരു പ്രശ്നമല്ല. ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. രണ്ടാളും സെറ്റ് ആണല്ലോ? ചെയ്യും. ആർക്കാ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ആരാണ്? രണ്ടാള് തീരുമാനിക്കാം. എന്താ ചെയ്യാ മമ്മി? ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതാ സ്പിൻ ദ വീലാണ്. അപ്പൊ ഈ സ്പിൻ ദ വീലിൽ ഏത് അക്ഷരാണോ ഹിബക്ക് കിട്ടുന്നത് അതിൽ വെച്ച സാധനം 10 സെക്കൻഡിന്റെ ഉള്ളിൽ പറയണം. മനസ്സിലായല്ലോ? അപ്പൊ 10 സെക്കൻഡിന്റെ ഉള്ളിൽ പറഞ്ഞാലേ ഹിബക്ക് അത് ഞാൻ മേടിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ എന്തായാലും ഹിബ സ്പിൻ ദ വീൽ വെക്കല്ലേ? ഓ ഹിബ കമോൺ ഗൈസ്. ഹിബന്റെ സ്പിൻ ദ വീൽ സെറ്റ് ആയിട്ടുണ്ട്. വയ്യ വെച്ചിട്ട് ഗൈസ് 10 സെക്കൻഡിനുള്ളിൽ വേഗം പറയണോ? 10 സെക്കൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ് ഗൈസ് 10 സെക്കൻഡ്. ഹിബ പറഞ്ഞോ? വേഗം പറഞ്ഞോ. വയ്യ വെച്ചിട്ട് അതൊന്നും അറിയില്ല. 10 സെക്കൻഡ്. എന്താ ഗൈസ് യെസ്സോ? ഗൈസ് വയ്യ വെച്ചിട്ട് ഹിബ പറഞ്ഞ യെസ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. നോക്കാം, സെർച്ച് ചെയ്യാം യെസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കാം. ഓക്കെ മമ്മിക്ക് മനസ്സിലായി. മമ്മി ഇപ്പൊ ആലോചിച്ച് ABCD A ഫോർ ആപ്പിൾ B ഫോർ ബോൾ എന്നൊക്കെ വെച്ച് മമ്മി ഇവിടെ പഠിച്ചോണ്ടിരിക്കാണ്. ഓക്കെ നമ്മള് യെസ് എന്ന് അടിച്ചു നോക്കണ്ട്. യെസ് എന്ന് പറഞ്ഞ ഇതെന്താ ഗൈസ് സാധനം? എന്താ ഗൈസ്? ഈ യെസ് ഉള്ള പോസ്റ്ററാണ് ഹിബക്ക് വേണ്ടിയെന്ന് ഹിബ പറഞ്ഞത്. ഇത് രസമുണ്ടാ? ഏതാ വേണ്ടേ? ആ ഇത് കൊടുത്തോ. ഇതാ ഉള്ള സ്വഭാവം തന്നെ ഇതാണ്. എപ്പോഴും ഓള് പറയുന്നത് ശരി. യെസ് ഐ ആം ഓൾവേസ് റൈറ്റ് എന്ന് ഏറ്റവും വലിയ സാധനം പറയുന്നത്. താഴെ കണ്ടിട്ടുണ്ട് വില കുറഞ്ഞൊക്കെ ഒന്ന് ഈ തീരെ ശരിയില്ല കേട്ടോ. ഈ വില കുറഞ്ഞത് ആദ്യം ഇവിടെ വരേണ്ടത്. ആ ഇപ്പൊ വില കൂടിയ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതാണ് ഗൈസ്. ഇപ്പൊ സെലക്ട് ചെയ്ത് നോക്കി യെസ് വെച്ചിട്ട് വൈ വെച്ചിട്ട് ഓൾക്ക് സെലക്ട് ചെയ്ത സാധനം കേട്ടോ അത്. എടാ കാർട്ടിലേക്ക് ഇട്ട് കൊടുക്കടാ. നമ്മള് കാർട്ടിലേക്ക് അടിച്ചിട്ടുണ്ട്. ടീ വെച്ചിട്ടാ ഗൈസ്. മമ്മി ടീ വെച്ചിട്ടാ ഉള്ളത്. അപ്പൊ നമ്മള് 10 സെക്കൻഡ് ഇതാ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണേ. മമ്മി റെഡിയാണല്ലോ? ആ ശരി 10 സെക്കൻഡ് ഇതാ. ഞാൻ പറഞ്ഞ ടീ വെച്ചിട്ട് ആമസോൺ വേഗം. ടീ കപ്പ് മോനെ ഗൈസ് നോക്കടി. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നമ്മളെ മമ്മീന്റെ അല്ലെ? പണ്ടത്തെ പ്രീ ഡിഗ്രിയാണ് നമ്മളെ മമ്മി അല്ലെ? അപ്പൊ മമ്മിക്ക് ഇതാ ടീ കപ്പ്. ഇപ്പൊ 2 കപ്പാണല്ലോ ചെയ്യുന്നത്. ടീ കപ്സ് ആണ് മമ്മിക്ക് വേണ്ടത്. അല്ല ടീ കപ്സ് അടിച്ചു നോക്ക് ഫസ്റ്റ്. എന്താ വരാൻ നോക്കാം നമുക്ക് ടീ കപ്സ് അടിച്ചാല് ഗൈസ്. അപ്പൊ മമ്മി ഇതാ സംഭവങ്ങളൊന്നും നോക്കിയിട്ട് മനസ്സിലാവില്ല. അപ്പൊ ടിവിന്റെ മുന്നിൽ വന്നിട്ട് ഇതാ നോക്കുന്നുണ്ട്. വേഗം നോക്കിയത്. ഇത് അടിപൊളി സാധനം നീല അതല്ല നിങ്ങള് മേലുള്ള സാധനം ഇനിയുണ്ട്. മേലോട്ടൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി ഇത് വേണോ ലാസ്റ്റ്. ഇതിന് ഒരു 500 റുപ്യ, ഇതിനൊരു 100 റുപ്യ കുറവ്, 90 റുപ്യ. ഇത് ഭംഗിയുണ്ട്. ഇത് മതിയോ? ഓക്കെ അല്ലേ? അതല്ല ഗൈസ് മമ്മി എന്താ ഹിബ ആണെങ്കിൽ ഇപ്പൊ പറയും വില കൂടി എന്നെ വേണമെന്ന് പറയായിരുന്നു ഗൈസ്. അതിന്റെ കളർ ചേഞ്ച് ഉണ്ട്. പച്ച ഏതാ രസം? പച്ചല്ല രസം.
എന്താണ് ഞാൻ സെലക്ട് ചെയ്യും ഗൈസ്. കളർ സെലക്ട് ചെയ്യാൻ എന്റെ മോന് ഗൈസ്, കളർ സെലക്ട് ചെയ്യാൻ 1/2 മണിക്കൂർ. ഇവര് കാസർഗോഡ് കേന്ദ്രം പോയിട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാ കളർ സെലക്ട് ചെയ്യാൻ. ഇവിടെ ചായ ഒഴിക്കുന്ന കപ്പാണ് ബോസേ. ഇതാണ് മമ്മി സെലക്ട് ചെയ്ത ഗ്ലാസ്. അടിപൊളി. ആഡ് ടു കാർട്ട് അടിച്ചിട്ടോ. ഇത് കാർട്ട് കയറി സെറ്റ് അല്ലേ? അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ രണ്ടാളും ഹാപ്പി ആണല്ലോ. അപ്പൊ നമ്മളെ റൗണ്ട് എങ്ങനെ വെച്ചാല് ഇതിൽ ടൈം ലിമിറ്റ് ഇല്ല, മനസ്സിലായല്ലോ. 10 സെക്കൻഡ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. മമ്മി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എടുക്കാം. പക്ഷെ ഇതിലുള്ളത് ഇതാ പൈസ ലിമിറ്റ് ആണ്. ഇതിലിതാ ഇത്രയും ഉള്ളത് പൈസ ആണ്. ഈ എമൗണ്ട് ഉള്ള സാധനം നിങ്ങൾക്ക് എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള കാറ്റഗറി. യെസ് ഗൈസ്, അപ്പൊ ദാ ഇവന്റെ പൈസ എത്ര എന്നുള്ള ഇവിടെ ഇപ്പൊ കാണിക്കുന്നതാണ്. ഓ മൈ ഗോഡ്, ഗൈസ് 50 റുപ്യ ഇവക്ക് സെലക്ട് ചെയ്ത്. ഇവക്ക് അങ്ങനെ ഭയങ്കര ഭാഗ്യാട്ടോ. ഇവ 50 റുപ്യക്ക് എന്താ സെലക്ട് ചെയ്തോ? ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മമ്മി ഒന്ന് ഹെൽപ്പ് ചെയ്ത് 50 റുപ്യക്ക് എന്താ കിട്ടുക, അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട്. 1 കിലോ മത്തിക്ക് കയറിയപ്പോ 300 റുപ്യ എങ്ങനെയാണ്. അപ്പോഴാണ് ഇവക്ക് 50 റുപ്യ. ഇപ്പൊ ഇതിൽ എന്താണ് 50 റുപ്യക്ക് വാങ്ങാനുള്ളത്? അവിടെയാണ് നമ്മൾ ഇവന്റെ ഇന്റലിജൻസ് അളക്കേണ്ടത് അല്ലേ. പ്രോഡക്റ്റ് അണ്ടർ 50 ആണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇതാ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ വരുന്ന നോക്കട്ടോ നമുക്ക്. ഓ, മേക്കപ്പിന്റെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടല്ലോ 50 റുപ്യക്ക് മമ്മി. ഓക്കെ 50 റുപ്യന്റെ സാധനം നമ്മൾ നോക്കണത്. എവിടെ പോയി? സൂപ്പർ സ്ട്രോങ് പവർഫുൾ ഇക്കോ ഡെയിലി യൂസ് ആണിത്. സ്റ്റീൽ സ്ക്രബ്ബർ മമ്മി അടുക്കളയിലേക്ക് ഒരു മുതൽക്കൂട്ടാവും. ഹാൻഡ് വാഷ് തീർന്നാണ് ഇവ. അതൊക്കെ കാര്യമായിട്ട് ഗൈസ് നോക്ക്, നമ്മൾ ഹാൻഡ് വാഷ് നോക്ക് കണ്ടോ, ഒന്നുമില്ല തീർന്നെടുക്കാണ് ഗൈസ്. ഇവ ഒരു വീടിന് വേണ്ടി സ്പോൺസർ ചെയ്യുക അല്ലെ, ഒരു ഹാൻഡ് വാഷ് സ്പോൺസർ ചെയ്യുക. എന്ത് മരുമോളാ ഗൈസ്, എന്ത് മരുമോളാ. കംഫോർട്ടിന് 46 റുപ്യ ഗൈസ്, വമ്പൻ ഓഫർ. കഴിഞ്ഞു മോളോട് വീട്ടിലേക്ക് വേണ്ടിട്ട് ഇങ്ങനെ വേണം ഗൈസ് ഒരു മരുമോളായ. മമ്മി സന്തോഷമായല്ലോ. ഇത് കിട്ടിയ ഹിബക്കാണെങ്കിൽ മമ്മിക്ക് കിട്ടിയ പോലെ തന്നെ കേട്ടോ അല്ലേ ഗൈസ്. ഡെറ്റോളിന്റെ 45 റുപ്യ കുറച്ച് കഴിഞ്ഞ് തന്നാ പോരാ ഹിബ അല്ലേ ഗൈസ്. 175 ml ആടാ ഗൈസ്. 175 ml ഡെറ്റോളിന്റെ വാല്യൂ റീഫിൽ പാക്ക് ആട്ടോ നമ്മൾ വാങ്ങിയത്. നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് ഹിബ. എന്തായാലും നല്ല ഡെറ്റോൾ തന്നെ കിട്ടിയല്ലോ. മമ്മി നോക്കിയാണ് വിമ്മ് വേണം കേൾക്കുന്നത്. ഓക്കെ ഗൈസ്, ദാ മമ്മീന്റെ വരുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഓക്കെ ഗൈസ്, മമ്മീന്റെതാ. ഓ 1000 ഗൈസ്, 300 പോയി. 200 റുപ്യ കിട്ടി മമ്മിക്ക്. 200 റുപ്യ എന്ത് വേണേ സെലക്ട് ചെയ്യാം. മമ്മിക്ക് എന്താ താല്പര്യം? കിച്ചൺ പ്രൊഡക്ട്സ് ആണോ? ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടൂല്ലേ. എന്നാ കിച്ചൺ ആക്സസറീസ് അണ്ടർ 200 അടിച്ചു നോക്കിയാ എന്താണ് ഇവിടെ നല്ല കാണൂ. അമ്മ വയസ്സായില്ലേ. ഗൈസ് കൊറേ സാധനങ്ങളുണ്ട്. അത് 2 വാങ്ങട്ടോ, വേണമെങ്കിൽ ചോറ് ഊറ്റണതാണ് നിങ്ങൾക്ക്. അല്ല 2 പ്രൊഡക്റ്റ് വാങ്ങാം. ഇത് 89 റുപ്യായി. ബാക്കി എത്ര ഉണ്ടാവും 200-ല്? 110 റുപ്യക്ക് അടുത്ത സാധനം വാങ്ങാം. കേക്കിന്റെ അത് 300. ഇത് 600. ക്യാഷ് കൊടുക്കാൻ കിട്ടുമെന്ന് ചോദിച്ച ചോദ്യം നോക്കി. ഈ ക്യാഷ് കൊടുക്കാൻ കിട്ടുമെന്ന് മമ്മി ചോദിക്കാം. വലിയ ടിന്ന് 56 റുപ്യോളൂ. ഇതെന്താണ് എടാ നേരത്തെ സാധനത്തിന്റെ ഊറ്റണേന് 54 റുപ്യോളുണ്ടായില്ലേ. ഇത് മറ്റേ ഒഴിവാക്ക് ഗൈസ്. ഇവിടെ നോക്ക് 89 റുപ്യ ഒഴിവാക്കിയത്. അവിടെ 54 റുപ്യന്റെ കിട്ടി. അപ്പൊ അത് വാങ്ങാം. എടാ മമ്മിക്ക് ഇത് കൊറേ സാധനമായി. ഇപ്പൊ 54 56 എത്രയായി? 110. ഇനി 90 റുപ്യന്റെ ഒരു സാധനം കൂടി വാങ്ങാം ഗൈസ്. അപ്പൊ മമ്മിക്ക് ഇനി 90 റുപ്യ ആയിരുന്നു ഉള്ളത് അല്ലെ. മമ്മി ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് 54 റുപ്യന്റെ അരി ഇതാക്കണം, വെള്ളം ഊറ്റുന്ന സാധനം അല്ലെ. പിന്നുള്ളത് ഒരു പെട്ടിയാണ് 56 റുപ്യന്റെ. അപ്പൊ നമുക്ക് 110 റുപ്യ. ഇനി 90 റുപ്യന്റെ സാധനങ്ങൾ അതിൽ മമ്മി സെലക്ട് ചെയ്തതാണ് ഗണേഷ് പ്ലാസ്റ്റിക് വെജിറ്റബിൾ സ്ലൈസർ കട്ടർ. ഓക്കെ, അതിന് കറക്റ്റ് 89 റുപ്യ. ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം കേട്ടാ.
ഗൈസ് അപ്പൊ ഉറപ്പിയ ബാലൻസ് ഉണ്ട് ഹിബ. ഓക്കെ ഗൈസ് അപ്പൊ നോക്ക് ഇന്റലിജന്റ് ആണ് ഗൈസ് മമ്മി. 200 രൂപയ്ക്ക് 3 സാധനമാണ് ഗൈസ് ആമസോണിൽ വാങ്ങിയത്. ഇവക്ക് എന്തായാലും ഡെറ്റോളിന്റെ ഹാൻഡ് വാഷ് വരുന്നുണ്ട്. അത് ഈ ഫേസ് വാഷ് ആക്കി യൂസ് ചെയ്തോ കേട്ടോ വേണമെങ്കിൽ. അല്ലേ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് എടുക്കല്ലേ ഇവ. ഗൈസ് അപ്പൊ പിന്നെ മറ്റേ വാഷിംഗ് പൗഡർ ഒക്കെ നിർമ്മിക്കുന്ന അത് പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ 3ാമത്തെ റൗണ്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അല്ലെ ഹിബ. അപ്പൊ 3ാമത്തെ റൗണ്ട് വളരെ സിമ്പിൾ റൗണ്ടാ. കാറ്റഗറി ഐറ്റംസ് ആണുള്ളത്. നമുക്ക് ഏതൊക്കെ കാറ്റഗറി നമുക്ക് ടോയ്ലറ്ററി, കോസ്മെറ്റിക്, ജ്വല്ലറി ഒക്കെ ഉണ്ട് ഹിബ. പിന്നെ റൂം ഡെക്കർ, ഫുഡ്വെയർ, ഡ്രസ്സ്, കിച്ചൺ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താ പറഞ്ഞാല് ഇതിന് പ്രൈസിന്റെ ഒരു കടമ്പ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസക്ക് സാധനം യൂസ് ചെയ്യാം. ഒറ്റ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മാക്സിമം നമ്മളൊക്കെ ഒന്ന് ഇതാക്കുന്ന രീതിയിലുള്ള പൈസ ഒക്കെ ഉള്ളത് രണ്ടാളും പർച്ചേസ് ചെയ്യാം. 1000 അതൊക്കെ അല്ലേടാ നമ്മള് പൈസക്കാരൊന്നല്ലല്ലോ ഇവ. ആ ഇല്ലല്ലേ ഫസ്റ്റ് മമ്മിയാ? എന്നാ ഫസ്റ്റ് നിങ്ങൾ ചെയ്തോ. ഓക്കെ അപ്പൊ ഇതാ ഇരുന്നോ. ഓ മൈ ഗോഡ് ഗൈസ് കമോൺ എന്തൊക്കെ വരുന്നത് മോനെ. ടോയ്ലറ്ററീസ് ഗൈസ് കക്കൂസിലേക്കുള്ള ഓടോടിയില്ല ഹാർപിക് അങ്ങനെ 99.9% താഴെ വരുന്ന കീടാണുക്കൾ ഒഴിവാക്കുന്ന ഏത് സാധനം പറയാവുന്നതാണ്. ഒറ്റ പ്രോഡക്റ്റ് പറയാൻ പറ്റേ. ഒരു പ്രോഡക്റ്റ് പറയാൻ പറ്റൂ ടോയ്ലറ്ററീസിൽ. അതെ കംഫോർട്ട് ആരാടെ കക്കൂസിൽ ചന്തി ചെയ്യുക. കംഫോർട്ട് വെച്ചിട്ടാണ് ചന്തി ചെയ്യുക. കക്കൂസിന്ന് ആരെ തിരുമ്പല്? ഈ കക്കൂസിൽ തിരുമ്പിരിക്കല. വെറുതെ എനിക്ക് കക്കൂസ് പോകാൻ സമയമില്ലാത്ത ഇവർ കക്കൂസിൽ തിരുമ്പിരിക്കുക. കംഫോർട്ട് ഇവരെന്താണ് കക്കൂസിൽ കംഫോർട്ട് ഇടാൻ കഴിക്കല്. പിന്നെ ഹാർപ്പിക്കുള്ള അബ്ബാസ് സാറും പിന്നെ അക്ഷയ് കുമാറൊക്കെ വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും പരസ്യക്കാരൻ. തിരുമ്പണ ലിക്വിഡ് എന്ത് തിരുമ്പാണ്? ഇവിടെ കീടാണുക്കൾ നശിപ്പിക്കുന്ന സാധനം ടോയ്ലറ്ററീസ്. അല്ലെങ്കിൽ പിന്നെ ബ്രഷ്, പേസ്റ്റ്. ഓക്കെ ഗൈസ് എന്നാ ടോയ്ലറ്ററീസ് അടിച്ചു കൊടുക്കടാ. അതാ ഗൈസ് ഇതൊക്കെ കിറ്റൊക്കെ 3000 രൂപന്റെ കിറ്റോ മോനെ അതൊക്കെ താത്ത്. ഓക്കെ ഗൈസ് ഇവിടെ ഉണ്ട് കിറ്റൊക്കെ. മോർണിംഗ് കിറ്റ്. ഇതില് വേസ്റ്റ്, ബ്രഷ് ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാർപ്പിക്ക്, ഫ്ലഷ് മാറ്റിക്, മറൈന് പൊളി ഗൈസ് അടിപൊളി. ഇങ്ങോട്ട് വാ. കക്കൂസിന് സൂട്ട് കേസോ അതെന്തിനാ ഗൈസ്? കക്കൂസിൽ സൂട്ട് കേസ്. ഓ ഇപ്പൊ മനസ്സിലായി. നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോളെ മുട്ടിയാല് സൂട്ട് കേസിൽ ഇട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സൂട്ട് കേസ് ഉണ്ട്, ടോയ്ലറ്ററീസ്. അത് സെറ്റ് ഉണ്ടോ മമ്മി? എടുത്തു ഒരു 3-4 എടുത്തു. ആ ബംഗുവിന് ഒന്ന് കൊടുക്കാം. ബംഗുവിന് എവിടെ പോയാലും തൂറാൻ വിട്ടും. ഓക്കെ ഗൈസ് 2 ഹാർപ്പിക്ക് 336 രൂപ. റെഡ് അത് ഒരച്ച കേൾക്കാത്ത സാധനം വരെ പോ. അത് ഇട്ടാല് കക്കൂസിന് വരെ ബ്രാൻഡ് നോക്കി പൊക്കാനൊക്കെ പറയുന്നത് അവിടെ. അതാ താഴെ 3 520 ml സാനി ഫ്രഷ് ലോക്കലാ ബ്രാൻഡ് അല്ലേ? അപ്പി പോവില്ല എന്ന് പറഞ്ഞേ. നല്ല അപ്പി പോണ എടുത്തോടേ. ഇപ്പൊ തള്ളിപ്പൊളി സാധനമാണ്. എന്തൊരു ഡാമേജിങ് ആണ് ഗൈസ്. ഇത് മതിയോ? അതൊക്കെ ടോയ്ലറ്റ് ക്ലീനർ. എന്നാ ഫസ്റ്റിൽ എടുത്തോളേ. ഫസ്റ്റുള്ള സെറ്റ് ആക്കാം. ഓക്കെ ആണല്ലോ. നീ നമ്മളെ ഹിബന്റെ ചാൻസ് വരാൻ വേണ്ടി പോണത്. ചെയ്തോ. ഓക്കെ ഇവക്ക് ഏതാ ഗൈസ് വരാൻ വേണ്ടി പോണത് നമുക്ക് നോക്കാം. ഉറ്റു നോക്കാം ഗൈസ്. ഡ്രസ് മേലോട്ട് കയറി. ഡ്രസ് കിട്ടി ഗൈസ്. നിക്കണ സ്ഥലം നോക്ക് ഗൈസ്. നടുവില് ലക്ഷറി വുമൺ ഡ്രസ് എന്നൊക്കെ അടിച്ചു കൊടുക്കണം ഗൈസ്. ഹിബ എന്തൊരു സീനാണ്. ഇത് എക്സ്പെൻസീവ് ഡ്രസ്. ഓ ഗൈസ് 999 എക്സ്പെൻസീവ്. ഇതൊക്കെ കൊള്ളച്ചാ ഹിബ. ഇഷ്ടം പോലെ സാധനങ്ങൾ ഐറ്റംസ് ഉണ്ട്. പർപ്പിൾ ഹിബ ഇത് ഇട്ടാൻ രസമുണ്ടാവും. ബീച്ച് വൈബ് ഡ്രസ്. ബീച്ച് വൈബ് നീല കളർ. ഇതൊക്കെ ഏതാ കേസ് വൈബ്? ബീച്ച് വൈബ് ഡ്രസ് വേണമെന്നൊക്കെ പറയുന്നത്. പഠിച്ചോൻ അറിയാം എന്താ സംഭവം എന്നല്ലേ. വേഗം കൊറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മോഡേൺ ഡ്രസ്സാട്ടോ ഹിബ.
ഒന്നും വേണ്ടതൊന്നും എനിക്ക് ഇഷ്ടായില്ല. മോനെ ഹിബ ബാക്കി നമുക്ക് ഞാൻ സിൽക്കി പോയി എടുത്തരാം, അല്ലെങ്കിൽ കല്യാൺ കേന്ദ്ര ഇവിടെ ഏതെങ്കിലും മാളിലോട്ട് പോയിട്ട് എടുത്തരാ. പൊന്നാരെ ഹിബ ട്രെൻഡി എലഗന്റ് വുമൺ ഡ്രസ്, ട്രെൻഡി എലഗന്റ് ഒന്ന് എടുത്തെടുത്തേ. ഓ അതിന് എലഗന്റ് ലുക്ക് വേണം. അതിന്റെ ഈ മൊച്ച മൊണ്ണ പോയിട്ട് ഒരു കാര്യമില്ല. ട്രെൻഡി എലഗന്റാ പോയി. തെണ്ടി എലഗന്റ് അടിച്ചു നോക്കിയാ, തെണ്ടി എലഗന്റിൽ സൈറ്റ് പോരാ. ഈ മുണ്ടായിരുന്ന ഏതെങ്കിലും ഓർഡർ ചെയ്ത് എത്ര നേരം മമ്മി? ഗൈസ് അരമണിക്കൂറായി ഗൈസ് സെലക്ട് ചെയ്യണം. എനിക്ക് വെയ്യ. ഷർട്ട് വേണം, ഷർട്ട്സ് ഫോർ വുമണ്. ഇതാ മേലല്ലേ മോനെ ഇവ ഏതെങ്കിലും സെറ്റ് ഇവിടെ ഇരുന്നൊക്കെ ചെയ്തിട്ടോ ഗൈസ്. എല്ലാരും ബോറടിച്ച് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഹിബ ഒരുപാട് ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്യണ പോലെ ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്തിട്ട് എല്ലാം കൂടി സെലക്ട് ചെയ്ത് അവസാനം കിട്ടിയ സാധനം അത് കേട്ടോ. മനജോവ വുമൻസ് ഡ്രസ്സസ് കാഷ്വൽ ഫോർമൽ പ്രിന്റഡ് സോളിഡ്. ഇതാണ് സാധനം. പിന്നെ ആഡ് ടു കാർട്ട് അടി. ഇവിടെ ആഡ് ടു കാർട്ട് അടി. സംഭവം സെറ്റാ. നൈസാ. എന്താണ് നിലത്ത് വെച്ച ഫോട്ടോ? പിന്നെ അങ്ങനെ തന്നെയല്ല ഉണ്ടാവാ. ഇപ്പൊ അത് ഇടുന്ന ആൾക്കാരെ ബ്യൂട്ടി വെച്ചിട്ട് ഈ ലുക്ക് നമുക്ക് ചേരും. വേണ്ട ആഡ് ടു കാർട്ട് അടി. എന്താ കാട്ട് മോനെ എത്ര നേരായി ഇപ്പൊ ഈ തമാശാക്കല് ഒഴിവാക്കാട്ടോ. അത് കൊറേ നേരമായി. അതെല്ലാവർക്കും ബോറടിച്ച്. ആ ഉമ്മന്റെ ആർപ്പിക്കല്ലേ കക്കൂസ് കഴിക്കണ ഞാൻ എന്താ ചെയ്തുതരാം. ഇതൊന്ന് ഓർഡർ ചെയ്യും മോളെ. ഗൈസ് അവസാനം ഇതന്നെ മതി. പിന്നെയും തിരിച്ചു പോയിട്ട് ക്വാണ്ടിറ്റി അല്ല ആഡ് ടു കാർട്ട്. ഇത് എന്താണ് കാട്ടുന്നത്? എന്താ കാട്ടുന്നത്? സെലക്ട് ചെയ്തു ഗൈസ്. ആഡ് ടു കാർട്ട് അടിച്ചു പ്ലീസ്. ഗൈസ് അങ്ങനെ അവസാനം ഹിബ സെലക്ട് ചെയ്തിട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന സാധനം തന്നെ ഹിബ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാലാമത്തെ ലാസ്റ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോണത്. അപ്പൊ ലെറ്റ്സ് ഗോ. അപ്പൊ ഇതെന്താ പറഞ്ഞാൽ ഇതാണ് നമ്മളെ ക്വിസ് റൗണ്ട് കേട്ടോ. അപ്പൊ ക്വിസ് ഞാൻ ചോദ്യങ്ങൾ ഇവിടെ വരും. അപ്പൊ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആരാണോ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് ഓർക്കാണ് ഈ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ ആണല്ലോ? ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 2 ആൾക്ക് കളിക്കാൻ പറ്റും. ഓക്കെ എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. മണിക്കുട്ടി ഓടിട്ടെ. കമോൺ ലെറ്റ്സ് ഗോ. ആര് കാണിച്ചു കൊടുക്കരുത്, മമ്മി കാണിച്ചു കൊടുക്കരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ഇപ്പൊ വരും. വിച്ച് ഇയർ വാസ് കേരള സ്റ്റേറ്റ് ഫൗണ്ടഡ്? കേരള പിറവി ദിനം. വേഗം എഴുതു. ആര് കാണണ്ട. കൊല്ലം മാത്രം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ക്ലോസ്. മമ്മി കാണിച്ചു കൊടുക്കണ്ട. വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള? ഏറ്റവും വലിയ ജില്ല കേരളത്തിലുള്ള. വേഗം ഇരിക്കും. മമ്മി മരണ എഴുത്താട്ടോ അവിടെ. ബാക്കി 3 ക്വസ്റ്റ്യൻസ് ഉള്ള കേട്ടോ. ഏതാ നമുക്ക് നോക്കി നോക്കാം. ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. നമ്മളെ കേരളത്തിന്റെ പക്ഷി, കേരളത്തിന്റെ ദേശീയ പക്ഷി. ഇതിന്റെ അല്ല കേട്ടോ, സോറി. ഇന്ത്യന്റെ ദേശീയ പക്ഷി അല്ല, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. വേഗം ചെയ്തോ. അടുത്ത കേസ്. വിച്ച് പ്ലേസ് ഇസ് നോൺ ആസ് അറബിക്കടലിന്റെ റാണി? അറബിക്കടലിന്റെ റാണി എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? മമ്മി ഇതവിടെ എഴുതിന്. ക്വിസ് മാസ്റ്റർ മമ്മി. വേഗം വേഗം എഴുതിക്കോ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടെ കഴിഞ്ഞ് ഇതിൽ കിട്ടുന്ന ആൾക്കാർക്ക് പൈസ വെച്ചുള്ള വീൽ ഇട്ടരും. അത് വെച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് ഇതിൽ പറ്റുള്ളൂ കേട്ടോ. ഇത് ഒരാൾക്ക് ഈ റൗണ്ടിലേക്ക് നമ്മള് കയറ്റി വിടുള്ളൂ. സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. വേഗം സെറ്റ് ചെയ്തോ. ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലുള്ള. കമന്റ് ചെയ്യാം ഗൈസ്. നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നതാണ്. ഓഡിയൻസിന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോ നമുക്ക് 2 ആളും നോക്കാം. ഫൗണ്ടേഷൻ ഇയർ. അത് എഴുതുന്ന പോലെ കാണിച്ചില്ലല്ലോ. കേരള പിറവി ഇപ്പൊ എത്ര ഇത്? November 1, 1960. അടിപൊളി. അതല്ലല്ലോ, കുറച്ചെടുത്താ. പക്ഷെ തെറ്റി. ഏറ്റവും വലിയ ജില്ല ഇപ്പൊ പാലക്കാട്, ഇമ്മ തിരുവനന്തപുരം. ഏറ്റവും വലിയ ജില്ല തിരുവനന്തപുരം. അത്യാവശ്യം ബുദ്ധിയുണ്ട്. പാലക്കാട് പാലക്കാട്. കേരളത്തിന്റെ പക്ഷിയാണ് ചോദിച്ചത്. പക്ഷെ മമ്മി എഴുതിയത് എന്താണ്? പീകോക്ക് എഴുതിയത്. ഇപ്പൊ വേഴാമ്പല്. കറക്റ്റ് ആൻസർ. ഈ മണ്ടത്തിൽ ഇത്രയും ബുദ്ധിയോ? അറബിക്കടലിന്റെ സിംഹം അല്ല, അറബിക്കടലിന്റെ സിംഹം അല്ല. അതല്ല, അറബിക്കടലിന്റെ റാണി എന്ന് പറഞ്ഞപ്പെട്ട സ്ഥലം ഹിബ എഴുതിയത് കോഴിക്കോട്. ഹിബ കൊച്ചി, മമ്മി കൊച്ചി. മമ്മി വേറെ ലെവൽ കേട്ടോ. ഏറ്റവും ചെറിയ ജില്ല ആയിരുന്നു ചോദിച്ചത്. മമ്മി കണ്ണൂര്. ഒരു ബോംബ് എടുത്തു ഇപ്പൊ പൊട്ടിക്കളഞ്ഞ. ഏറ്റവും ചെറിയ ജില്ല കണ്ണൂരാ പോലും മമ്മി.
ഹിബ ആലപ്പുഴ. Right answer. കാണാൻ ലുക്ക് ഇല്ലെങ്കിലും ബുദ്ധി ഉണ്ടോ? ഈ കിസ് മത്സരത്തിൽ പങ്കെടുക്കല്ലേ പണ്ട്? കോഴിക്ക് ചോറ് എടുക്കാം, കോഴിക്ക് പിന്നെ ചോറ് എടുക്കാം. അവിടെ ഗൈസ് അപ്പതാ ഹിബ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹിബ come on, let's do it. 20 സെക്കൻഡ് കേട്ടോ അത് കിട്ടിയാളെ. ഗൈസ് 2000 ഒന്നും വരല്ലേ പോന്നെ. ഗൈസ് 50 ഉറുപ്പിയുടെ ഹിബക്ക് കിട്ടിയത്. ഹിബ ഈ പെണങ്ങല്ലേ? ഇമ്മ തൊടണ്ടാ, ഇമ്മക്ക് ഒരു ചാൻസ് കൂടി. ഇമ്മ മരുമോൾക്ക് വേണ്ടിട്ട് ഇമ്മ ഒന്ന് തരുന്നുണ്ട്. ഓക്കെ ആ കൈപ്പുണ്യുള്ള മമ്മിയാണ്, പൂജയാവും മിക്കവാറും. 20 ഗൈസ് ഇത് തിരിക്കണ്ട, ഞാൻ ഹിബക്ക് 1000 ഉറുപ്പിക തരാം. ഇതിന്റെ വക. ഓക്കെ 1000 ഉറുപ്പിക എന്താ സെലക്ട് ചെയ്തോ. എടാ ആമസോൺ നോക്ക്. 20 സെക്കൻഡ് വരെ ഏതാ വെച്ചാ പറഞ്ഞോ. 1000 ഉറുപ്പിയാണുള്ളത്. 1 2 3 ഡ്രസ് സെലക്ട് ചെയ്താ. 3 4 5 6 7 8. അങ്ക് ഇഷ്ടമുള്ള സാധനം പറയണോ. 8 9. ഇന്റെ മോനെ സെൽഫിഷ്ലെസ് ഹിബ സ്വന്തം മോൾക്ക് വേണ്ടി ഡയപ്പറാണ് 1000 രൂപയ്ക്ക്. ഐ ലവ് യു മൈ ഡിയർ. ഇപ്പോഴാണ് ഒരു ഭാര്യയായത്, ഒരു അമ്മയായത്, ഒരു വല്യമ്മയായത്. ഗൈസ് ഐ എം പ്രൗഡ് ഓഫ് യു. അല്ലടാ ഇതിൽ നമ്മൾ പ്രൗഡ് മൊമെന്റ് ആണ്. മമ്മിയിലെ 1000 രൂപ കൊടുത്താലും എന്താ പ്രശ്നമില്ല. പ്രൗഡ് മൊമെന്റ്. മമ്മിക്ക് സന്തോഷമായി. ഈ ഡ്രസ് എടുക്കുകയാണെങ്കിൽ മമ്മിക്ക് സങ്കടാവേനെ അല്ലേ മമ്മി? തമാശ പറഞ്ഞല്ല മമ്മി. എന്നാ മമ്മി അങ്ങനെ ആയിക്കോട്ടെ. രണ്ടാമത്തെ ഒരു ഡ്രസ് ഞാൻ നാളെ മേടിച്ചുതരാം, പുറത്തുകൊണ്ടിരും. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ ഇതാ അങ്ങനെ ഹിബ അവസാനം 1000 രൂപയ്ക്ക് വേണ്ടിട്ട് പാമ്പേഴ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഹിബ ഐ എം പ്രൗഡ് ഓഫ് യു ആസ് എ മദർ. നല്ല മോളെ, അതിന്റെ മമ്മക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. ഇത് എടുക്കടാ. ബൈ, പ്രൊസീഡ് ടു ബൈ. യോ കമോൺ ഗൈസ്. അപ്പൊ നമ്മൾ പ്രൊസീഡ് ടു ബൈ അടിക്കാട്ടോ. എല്ലാ സാധനങ്ങളും ഇപ്പൊ വരുന്നതാണ്. അല്ല അതാ ഇത്രയും ഇതാണ് നമ്മളെ മെയിൻ വന്നത്. അതൊക്കെ വന്നോട്ടെ. യെസ് ഗൈസ് അപ്പൊ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. കമോൺ ലെറ്റ്സ് ഗോ. സാധനങ്ങൾ ഇതാ ഇത്രയും ഐറ്റംസ് കേട്ടോ. ഇതാ ഇത്രയും ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സ് പല ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ, ഇത് വരുന്ന വ്ളോഗിൽ നമ്മൾ എന്തായാലും ഈ സാധനങ്ങൾ കാണിക്കണതാണ്. ഇതിൽ പറ്റിക്കൽ പരിപാടികളൊന്നും ഇല്ല. യോ മൈ ഗോഡ്. ഓക്കെ ഗൈസ് അപ്പൊ ഇതാ മമ്മി എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടാ. അപ്പൊ എന്തായാലും ഇതായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു. മമ്മി സെറ്റ് അല്ലേ? യെസ് ഗൈസ്. അപ്പൊ എന്തായാലും ഇനി നമ്മൾ ആമസോൺ ചെയ്ത് നമ്മൾ അടുത്ത് ഫ്ലിപ്കാർട്ട് ചെയ്യണം. ഓക്കെ ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെ മുതലായ എല്ലാം ചെയ്യണം അല്ലേ ഹിബ? അപ്പൊ എന്തായാലും ഇതായിരുന്നു വീഡിയോ. ഹിബ ഷെയർ ചെയ്യാം. യെസ് ഗൈസ് നമ്മൾ മറ്റു വീഡിയോ എടുക്കും.